ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നതാണ്. ലോകത്തിലെ തന്നെ വൻ സൈനിക ശക്തിയായ രാജ്യം കൂടിയാണ് അമേരിക്ക. എന്നാൽ ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യം അമേരിക്ക അല്ല എന്നതും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. റഷ്യയിലാണ് ഏറ്റവും അധികം ആണവായുധങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമുള്ളതും റഷ്യ എന്ന രാജ്യത്തിലാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ അഭിമാനമായ F-16 വെടിവെച്ച് റഷ്യ വീഴ്ത്തിയതും. റഷ്യയുടെ എത്ര ആയുധങ്ങളാണ് പ്രധാനമായിട്ടും ഇറാനിൽ എത്തിയെന്നത് തിരയുകയാണ് അമേരിക്കയും ഇസ്രയേലുമെല്ലാം. അവയെല്ലാം ഒരു മടിയുമില്ലാതെ ഇറാൻ പ്രയോഗിക്കുമെന്ന യാഥാർത്ഥ്യം ഇനിയും ഇവർ മനസ്സിലാക്കിയിട്ടില്ല. ഒരു രാജ്യം തന്നെ ചാമ്പലാക്കാൻ കഴിയുന്ന ഒറേഷ്നിക് മിസൈൽ ആണവ പോർമുന ഘടിപ്പിക്കാത്ത യുക്രൈനിലേക്ക് പരീക്ഷണം നടത്തിയ റഷ്യയുടെ ജാഗ്രതയൊന്നും ഇറാനും അവരുടെ ചാവേർ ഗ്രൂപ്പുകളും എന്തായാലും അമേരിക്കയോടും ഇസ്രയേലിനോടും കാണിക്കില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അത് നിലനിൽക്കുന്ന ഒരു വസ്തുതയുമാണ്. അവർ വളഞ്ഞിട്ട് തന്നെ അമേരിക്കയും ഇസ്രയേലിനെയും ആക്രമിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് നേരെ ആണവ മിസൈൽ തിരിച്ചുവെച്ച് ഉത്തര കൊറിയയും ട്രംപ് ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യതയും വലിയ രീതിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒന്നാം ട്രംപ് ഭരണകാലത്ത് സമാനമായ ഒരു നീക്കം ഉത്തര കൊറിയ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ പേടിച്ച് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി ഒരു ഒത്തുതീർപ്പിന് പോയ വ്യക്തി കൂടിയാണ് ഡൊണാൾഡ് ട്രംപ്. ചൈനയ്ക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച ട്രംപിന്റെ അമേരിക്കയെ പാഠം പഠിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരം ചൈനയും പാഴാക്കി കളയില്ല എന്നതും വസ്തുതയാണ്. അവർ ഇറാനെ പരമാവധി തന്നെ സഹായിക്കും. മാത്രമല്ല അമേരിക്ക നേരിടാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധി കൂടിയായിരിക്കും ഇത്. മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാൻ മറ്റ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളിലെ വ്യോമതാവളങ്ങൾ ഉപയോഗിക്കുന്ന രീതി ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിക്കാനും തടസ്സങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും. അവ പ്രത്യേകിച്ചും 1,00,000-ഓളം പാലസ്തീനികളെ കൊന്നൊടുക്കി ഇസ്രയേലിനെതിരെ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളിൽ വലിയ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇസ്രയേലിന് വേണ്ടി നടത്തുന്ന ഒരാക്രമണത്തിന് തങ്ങളുടെ രാജ്യത്തെ താവളങ്ങൾ അനുവദിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രായോഗിക തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇക്കാര്യത്തിൽ ഇറാനും ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇന്ന് ലോകത്തെ ഇസ്ലാമിക വിശ്വാസികളുടെ ഹീറോയായി നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രയേലിനെ വെല്ലുവിളിക്കുന്ന ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമേനിയാണ്. ഈ എഫക്റ്റ് വിവിധ മുസ്ലിം വിഭാഗങ്ങളിലേക്ക് കാര്യമായി വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വികാരത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ ഒരിക്കലും അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾക്ക് കഴിയില്ല. ഒമാൻ കടലിടുക്കിലൂടെയും പേർഷ്യൻ കടലിടുക്കിലൂടെയും അതുപോലെ ചെങ്കടലിലൂടെയുമുള്ള എല്ലാ കപ്പലുകളും ഇറാൻ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ അമേരിക്കയുടെ മാത്രമല്ല ലോക വ്യാപാരം തന്നെയായിരിക്കും അത് തകർക്കാൻ പോവുക. അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെ സാമ്പത്തിക മേഖല ഇത് കാര്യമായി തന്നെ തകർക്കുകയും ചെയ്യും. ഇതൊക്കെ ഇറാൻ വിചാരിച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതിനാൽ പേർഷ്യൻ പോരാളികളായ ഇറാനോട് യുദ്ധം പ്രഖ്യാപിക്കും മുമ്പ് 2 പ്രാവശ്യം അമേരിക്കയ്ക്കും ഇസ്രയേലിനും ആലോചിക്കേണ്ടി വരും.